എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഓട്ടോ സെൻസിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആണ് ഓട്ടോ സെൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ചില ആൾക്കാരുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചിമ്മിണി ഓൺ ആകേണ്ടതായിട്ടുള്ള ഒരുപാട് കുക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ഒരു കഞ്ഞി വെക്കുമ്പോൾ നമുക്ക് ചിമ്മിണി ഓൺ ആകണമെന്നില്ല. അതുപോലെ വെള്ളം തിളപ്പിക്കുമ്പോഴും നമുക്ക് ചിമ്മിണി ഓൺ ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി സെൻസർ വർക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ചിമ്മിണി വർക്ക് ചെയ്യുവാണെങ്കിൽ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും, നമുക്ക് കറണ്ട് കൺസപ്ഷൻ കൂടും. ചിമ്മിണി എപ്പോഴും എൻഗേജഡായി കിടക്കും. നമ്മൾ എന്ത് കുക്ക് ചെയ്താലും എൻഗേജഡായി കിടക്കും. പക്ഷേ അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ മോഷൻ സെൻസർ നമുക്ക് ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോ സെൻസ് ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇനിയും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ രണ്ട് സൈഡിലാണ് ഇതിൻ്റെ സെൻസർ ഇരിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു വിരൽ പിടിച്ചോ അല്ലെങ്കിൽ രണ്ട് വിരലും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് സെൻസ് ചെയ്തിട്ട് ചിമ്മിണി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ സെയിം ഫീച്ചർ. ഹീറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിമ്മിണി വർക്കാകും. ഇനി നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ 1, 2, 3 എന്ന ഡിജിറ്റ് വരുന്ന മോഡലുകളിൽ, ഓട്ടോ സെൻസ് മോഡലുകളിൽ നമുക്കത് ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡ് ബൈ മോഡായിരിക്കുന്ന സമയത്ത്, സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിരിക്കണം, ചിമ്മിണി ഓൺ ആകരുത്. ഓഫ് കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ഡിജിറ്റിൽ കാണുന്ന ആ ഒരു ലെറ്ററിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കൈ ഹോൾഡ് ചെയ്യുക. കൈ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു സൗണ്ടും കേട്ടു. ഈ ഒന്നാമത്തെ ഡിജിറ്റ് അത് ഗ്ലോ ആയി. ഇനി ഓട്ടോ സെൻസ് വർക്ക് ചെയ്യില്ല. ഇനി നമുക്കിത് ഓട്ടോ സെൻസ് ഡീആക്ടിവേറ്റ് ആണ്, ഇത് വർക്ക് ചെയ്യില്ല. നമുക്കിപ്പോൾ അത് നമ്മൾ ആക്ടിവേറ്റ് രണ്ടാമതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത് ഇപ്പോൾ സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്ക് ചൂടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഹീറ്റ് അടിച്ചാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് മോഷൻ സെൻസർ, ഇപ്പോൾ ഇതിങ്ങനെ മോഷൻ സെൻസർ ഓൺ ആകുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യാം? അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 1, 2, 3 ഉള്ള മോഡലുകളാണ് ഈ പറയുന്നത്. 1, 2, 3 ഉള്ള മോഡലുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ടാമത്തെ ഡിജിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ അത് ഡീആക്ടിവേറ്റ് ആവും. ഇപ്പോൾ ആ മുമ്പ് കേട്ട പോലെ ഒരു സൗണ്ടും കേട്ടു, അതിൻ്റെ ലൈറ്റ് ഗ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മോഷൻ സെൻസർ വർക്ക് ചെയ്യില്ല. തിരിച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ആണ് മോഷൻ സെൻസർ. നമ്മളിപ്പോൾ ലൈറ്റ് ഓൺ ആക്കി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ ഓഫാണ്, മോഷൻ സെൻസർ വർക്ക് ചെയ്യുന്നില്ല. ഇത് തിരിച്ച് ഡീആക്ടിവേറ്റ് ആക്കാനായിട്ട് സെയിം ആ രണ്ടാമത്തെ ഡിജിറ്റിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മുമ്പ് കേട്ട ആ സൗണ്ട് കേൾക്കും. ആ ഒരു കത്തി നിൽക്കുന്ന ഗ്ലോ മാറുകയും ചെയ്യും. ഇപ്പോൾ സിമ്പിളായിട്ട് നിൽക്കുന്നുണ്ട്. മോഷൻ സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.